ഹലോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് തെരുവിൽ ഒരുപാട് തല്ലുകൊണ്ട ഒരുപാട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ചെടിച്ചട്ടി കൊണ്ട് അടികൊണ്ടവരും ഹെൽമെറ്റ് കൊണ്ട് അടികൊണ്ടവരും അടക്കമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അവരുടെ സമരങ്ങൾ കൂടി വിജയിച്ചു എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണ്. ആ സമരങ്ങൾക്കൊക്കെ വലിയ പിന്തുണ നൽകിയ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വ്യക്തി വനവാസം കൽപ്പിക്കപ്പെട്ടയാൾക്ക് പട്ടാഭിഷേകം കിട്ടുമ്പോൾ സ്വാഭാവികമായി വലിയ സന്തോഷമാണ്. വ്യക്തിപരമായി കുറേയേറെ അതായത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. ആ സന്തോഷം തന്നെ ജനീഷ് വരുന്നുണ്ട്. കാരണം ഞാൻ കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഏറ്റവും അധികം പിന്തുണ തന്ന സഹപ്രവർത്തകനാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ, അത് ജനീഷ് തന്നെ പലവണ പറഞ്ഞിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഞാൻ ഒഴിയുന്നതിനെ പറ്റിയും ജനീഷിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നതിനെ പറ്റിയും ഒക്കെ ആലോചിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സഹപ്രവർത്തകർ ഞാനെങ്ങും പോയിട്ടില്ലല്ലോ. പ്രവർത്തനത്തിലേക്ക് കൂടുതൽ മുൻനിരയിലേക്ക് രാഹുലിനെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അല്ല, നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തൊന്ന് പ്രവർത്തിക്കുന്നതോ MLA ആയി പ്രവർത്തിക്കുന്നതോ MP ആയി പ്രവർത്തിക്കുകയല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം തുടരുന്നതിന് നമ്മൾ മുൻനിര പിൻനിര എന്നൊന്നുമില്ല. നമ്മളെല്ലാ ദിവസവും മുൻപ് എങ്ങനെയാണോ രാഷ്ട്രീയം പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയുന്നത്. അതിനെന്തെങ്കിലും ഒരു അഫിലിയേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് അഫിലിയേഷൻ ഉള്ള കാലത്തും തോന്നിയിട്ടില്ല, ഇല്ലാത്ത കാലത്തും തോന്നിയിട്ടില്ല. വലിയ സന്തോഷമല്ലേ? കാരണം മർദ്ദനം വാങ്ങി ഒരുപാട് ആളുകൾ പിൻകാലത്ത് MLA മാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഗുണ്ടകളെ പോലെ മർദ്ദിച്ച ആളുകൾ, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വന്ന AD തോമസും കോഴിക്കോട്ട് നിന്ന് വന്ന VT സൂരജുമൊക്കെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത നവകേരള സദസ്സ് എന്ന് പറയുന്ന ആഡംബര അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള വലിയ സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിൽ ഗൺമാന്മാരുടെ തല്ലുകൊണ്ട ആളുകളാണ്. ആ ഗൺമാന്മാർക്ക് തല്ലാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയുണ്ട്. VIP-യിൽ നിന്ന് മാറാൻ പാടില്ല, ഡിറ്റാച്ച്ഡ് ആകാൻ പാടില്ല എന്ന വ്യവസ്ഥയുള്ളപ്പോൾ അതൊക്കെ ലംഘിച്ച് നമ്മളിപ്പോൾ സമരം നടക്കുമ്പോൾ മർദ്ദനം ഉണ്ടാക്കുന്ന ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തതേ ഉള്ളൂ. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ആകെ ഞാൻ പറഞ്ഞല്ലോ, ആകെ 1.5 വർഷക്കാലമാണ് ജനപ്രതിനിധിയായിട്ടിരുന്നത്. ഹലോ ഞാൻ പറഞ്ഞോളാം. വിഷൽ അത് പോട്ടെ. ഞാൻ പറഞ്ഞോളാം. വിഷൽ അത് പോട്ടെ. ഹലോ ഞാൻ പറഞ്ഞോളാം. വിഷൽ അത് പോട്ടെ.